ഇവൻ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. ഈ ഒരു ഇവൻ്റ് വ്യത്യസ്തമാക്കിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ ഒരു സ്കെയില്, അതുപോലെ ഇതിൻ്റെ ഒരു ക്ലാസും മാസും, ഇതെല്ലാം ആ ഒരു പെർഫെക്ഷനോടെ ആളുകളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ എന്താണോ വിഭാവനം ചെയ്തത്, ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ഇവൻ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുക, എങ്ങനെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെ അലൈൻ ചെയ്യണം. ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ നിന്ന് ഏറ്റവും അടുത്ത ഒരാളാണ് അഫ്താബ്. ഞാനുമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ട്, വളരെ കാലത്തെ ബന്ധമുണ്ട്. ഇങ്ങനെ ഒരു ഇവൻ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് അഫ്താബാണ്. ഒരു സ്ട്രാറ്റജിക് ഒരു ഇൻപുട്ട് തരാൻ, അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നൊരു സ്ട്രാറ്റജിക് ഇൻപുട്ട് തരാൻ വേണ്ടി എനിക്ക് കഴിയും എന്നെനിക്ക് വിശ്വാസമുള്ള ഒരാളായിരുന്നു അഫ്താബ്. അതിൻ്റെ 100% ആത്മാർത്ഥതയോടെ അഫ്താബും അഫ്താബിൻ്റെ കമ്പനിയാണ് എക്സ്പ്രസോയും എനിക്ക് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് ഇതിന് വിജയകരമാണ്. അവരുടെ 50 പേരിലധികം അടങ്ങുന്ന ടീം ഞങ്ങളുടെ ഒരു ഇൻഹൗസ് ടീമുമായിട്ടൊക്കെ ചേർന്ന് വളരെ ഒരു രാവും പകലുമില്ലാതെ ആ എനർജി എന്തൂസിയാസം ഒക്കെ ഉണ്ടല്ലോ. നേരം വെളുത്ത് 3 മണിയായാലും 4 മണിയായാലും അവരുടെ എനർജി എന്തൂസിയാസം, ഇതിൻ്റെ ഓരോ ഔട്ട്പുട്ടും ഓരോ സെഷൻസും വളരെ ഇൻസ്റ്റൻ്റായിട്ട് വളരെ പ്രൊവാക്റ്റീവായിട്ട് എത്തിക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ ചാനൽസും അതുപോലെ നമ്മുടെ ന്യൂസ് പേപ്പറും മീഡിയയും, ഇപ്പോൾ എൻ്റെ ഹൃദ്യമായ നന്ദി എക്സ്പ്രസോ ഗ്ലോബലിനും അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട അഫ്താബിനും. ഒരു യങ് ജനറേഷന് വേണ്ട ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും ഞങ്ങൾ മുമ്പോട്ട് വരും. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.